പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളുടെ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യണം, ജോലി എങ്ങനെ ചെയ്യണം, ഈ ജോലിയുടെ ഭാരം ഇതേപോലെ തലയിലേറ്റ് വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ചില്ലിക്കാശുകൾ നമുക്ക് ശമ്പളമായി കിട്ടുന്നതിന് വേണ്ടി ജോലി ചെയ്യണം. ശമ്പളം അല്ലെങ്കിൽ വേതനമോ ആയിട്ട് അതിനുവേണ്ടി ചില്ലിക്കാശുകൾക്ക് വേണ്ടി ജോലി ചെയ്യണം. എങ്ങനെ വേണം നമ്മുടെ ജോലി ചെയ്യാൻ, ആ കാര്യത്തെക്കുറിച്ചാണ്. ജോലിയെല്ലാം ഒരു ഭാരമായി കരുതി ഇതേപോലെ തലയിൽ ഏറ്റി വെച്ച് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ വരല്ലേ പല്ലി ഉത്തരണ്ടാവുന്ന പറയുന്നുണ്ട്. അതേപോലെ സർവഭാരവും തലയിൽ വെച്ച് ജോലി ചെയ്താൽ നമ്മൾ ആയുസ് ഷോർട്ടാവും, കടുത്ത മാനസിക സംഘർഷം ചോദിക്കും, ജോലി കടുത്ത ഭാരമായി തോന്നും. നമ്മൾ കണ്ടിട്ടില്ല IT പ്രൊഫഷണൽസിന്റെ ആത്മഹത്യ ചെയ്തു. ഈ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ശമ്പളം കുറയുകയും ആഗോള സാമ്പത്തിക മാന്ദ്യങ്ങളുടെ വരെ യുദ്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് ആത്മഹത്യ ആൾക്കാർ കണ്ടിട്ടില്ല. IT മേഖലയിൽ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ജോലി സമയത്ത് ആരെങ്കിലുമൊക്കെ അവമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മൂഢകളോ ഒന്ന് അവമാനിച്ചു വേണ്ടിട്ട് ആൾക്കാരെ. അപ്പം നമ്മൾ അങ്ങനെ ജോലി ചെയ്യണം. അതിനെക്കുറിച്ചാണ് എനിക്ക് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നത് ഒരിക്കലും ചില്ലിക്കാശുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടിയല്ല. പിന്നെന്താണ്? അതിന് ഭഗവാൻ ഗീതയിൽ മറുപടി പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ 41-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, യഥപ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യര്യ സിദ്ധിം വിന്ദതി മാനവഃ. യഥപ്രവൃത്തിർഭൂതാനാം എന്നർത്ഥം ഈ ജീവികൾ മുഴുവൻ എവിടെ നിന്നുണ്ടായി? ഏന സർവമിദം തതം, ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആളാരാണ്? ആ ഈശ്വരനെ സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് സ്വകർമ്മണാ തമഭ്യര്യ, സ്വന്തം കർമ്മം കൊണ്ട് പൂജിച്ചുകൊണ്ട് സിദ്ധിം വിന്ദതി മാനവ, ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നു. സിദ്ധി ലക്ഷ്യപ്രാപ്തി, ലക്ഷ്യം. അതായത് സ്വന്തം ജോലി ഈശ്വര പൂജയായി കണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ അവർ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നു. സ്വന്തം ജോലി ചെയ്യുന്നത് ഈശ്വര പൂജ തന്നെയാണ്. സ്വന്തം ജോലി ആത്മാത്മായി നിർവഹിക്കുന്നവർക്ക് 1000 കിലോമീറ്ററോ 10,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ സഞ്ചരിച്ച് ഭഗവാനെ കാണുന്നതിന് വേണ്ടി ദൂരത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരുടെ മുന്നിൽ തന്നെയാണ് ഈശ്വരൻ നിൽക്കുന്നത്. അവർ കൂടിയിരിക്കും. വേറെ സ്ഥലത്ത് പറയുന്നു, മത്കർമ്മഗത് മത്പരമ മദ്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസ്സമാമേതി പാണ്ഡവ. മത്കർമ്മഗത് മത്പരമ, മത്കർമ്മഗതനെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരെ ഭഗവാൻ. മത്കർമ്മഗത് മത്പരമ, എന്നെ എൻ്റെ ഭക്തനായിരിക്കുക. സംഘവർജിത, ഒന്നിനോട് അറ്റാച്ച്മെന്റ് വേണ്ട, എന്നെ പരമാശ്രയമായി കരുതുക. നിർവൈര, ആരോടും ദേഷ്യം വേണ്ട. സർവഭൂതേഷു, ഒരു ജീവിയോടും ദേഷ്യം വേണ്ട. യസ്സമാമേതി പാണ്ഡവ, അങ്ങനെ വേണം കർമ്മം ചെയ്യാൻ. ഭഗവാൻ നമ്മൾ ചെയ്യുന്ന ഈശ്വര പൂജയാണ്. നമ്മൾ ജോലി നിർവഹിക്കുന്നതിലൂടെ നമ്മൾ അതിന് ഒഴിവുകൾ പറഞ്ഞ് ആത്മാർത്ഥതയില്ലാതെ വെറും ചില്ലിക്കാശുകൾക്ക് വേണ്ടി നമ്മുടെ ജോലിയെ മാറ്റരുത്. നമ്മൾ കണ്ടില്ലേ, ചില സ്ഥാപനങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബഹുഭൂമിട്ട് പരിശിച്ചാടും അല്ലേ?
അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ അവരോട് ശവിച്ചിട്ട് പോലെ ആ വ്യക്തിയോട് ആ വ്യക്തിയും ആ കുടുംബവും ഇതിന് ശപിച്ചിട്ട് പോകും. അതാണ് ചില ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ മക്കളും കുടുംബമൊന്നും നന്നാവാതെ പോകുന്നു, ശാപം കിട്ടിക്കാണ്. അതിൽ ജോലി ചെയ്യാത്ത ആൾക്കാർ, അവരുടെ കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ, ജോലി ചെയ്യാത്ത അധ്യാപകരെ, പഠിപ്പിക്കാതെ പോകുന്ന ആൾക്കാർ, അവർ വെറുതെ അവരുടെ കുടുംബമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു നോക്കും എന്താണ് അവരുടെ എത്തിച്ചേരുന്നതെന്ന്. കൈക്കൂലി വാങ്ങിക്കുന്നവരുടെ, ജോലി ചെയ്യാതെ മുങ്ങി നടക്കുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരുന്ന സമയത്ത്, ഓഫീസിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് കുറച്ച് ചാടുന്നവരോട്, അവരുടെയൊക്കെ കുടുംബവും നിരീക്ഷിച്ചു ശപിക്കപ്പെട്ടവരായിട്ടാവും. ചില ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, അവരുടെ കുടുംബത്തിലെയും മക്കളെ ശപിക്കപ്പെട്ടവരായിട്ടാവും. നമ്മുടെ അടുത്ത് ഒരാൾ വരുന്ന സമയത്ത് അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകും. വരുന്നത് ഈശ്വരൻ്റെ പ്രതിരൂപം തന്നെയാണ് അവർ. നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നത് അവർ ഈശ്വരനായി കണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മുടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈശ്വര പൂജ ചെയ്യും. അല്ലാതെ പേയും ടികയും HR സറണ്ടർ ടി ഒക്കെ വാങ്ങിച്ച് ഇഷ്ടംപോലെ ഫുഡ് വാങ്ങിച്ച് കഴിച്ച് അതിനല്ല അങ്ങനെയല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത്. യഥപ്രവൃത്തർ ഭൂതാനാം, ഇതെല്ലാം നമ്മൾ ബഹ്യാറ്റ് പഠിക്കണം. ഏന സർവമിതം തഥം സ്വകർമ്മണാത്തമഭ്യർച്യ സിദ്ധിം വിന്ദതി മാനവഃ. ജോലി ഈശ്വര പൂജ ചെയ്യുന്നവരുടെ ലക്ഷ്യങ്ങൾ ഭഗവാൻ തന്നെ നിർവഹിച്ചു കൊടുക്കും, സംശയമില്ല. ഈശ്വര പൂജ നമ്മൾ ഈശ്വരനെ തേടി 10,000 25,000 കിലോമീറ്റർ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഈശ്വരന് സ്വർണ്ണക്കിരീടം വെച്ചു കൊടുക്കലും, ഈശ്വരന് മുമ്പിൽ ആനയും ചെണ്ടയും കൊട്ടലും പടക്കം 100 നിലയുള്ള പടക്കം പൊട്ടിക്കലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലി ഈശ്വര പൂജ ചെയ്യണം. അതറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ വരുന്നവർ മുഴുവൻ ശപിച്ചിട്ട് പോകും. അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയാതെ നമ്മുടെ കുടുംബത്തിൻ്റെ ഈശ്വര പൂജ ചെയ്യണം. ഇത് മനസ്സിൽ വയ്ക്കുക. ഈ ശ്ലോകങ്ങൾ വൈകാട്ട് പഠിക്കുക. യഥപ്രവൃത്തർഭൂതാണ് ഏന സർവമിതം സ്വകർമ്മണാത്തം വിഭ്യക്ഷ സിദ്ധിം വിന്ദതി മാനവഃ. മത്കർമ്മ മത്പരമ മദ്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസ്സമാമീതി പാണ്ഡവ. Thank you very much for watching this video. Thanks a lot.